ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന ടേമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഇറ്റ് കെയിം ഇൻ ടു യൂസ് ഇൻ 1950 ശേഷം വന്ന ഒരു ടേമാണത്. ഇറ്റ് includes those changes in public administration which are needed to carry out policies, programs, projects to improve social and economic condition. 1945 ശേഷം, വേൾഡ് വാറിന് ശേഷം ലോകത്ത് പലവിധ പദ്ധതികൾ വന്നു. ആ പദ്ധതികളെല്ലാം നടപ്പിലാക്കേണ്ട ഭാഗമായി ഗവൺമെൻറ്റിനും ഗവൺമെൻറ്റിൻ്റെ ഓഫീസുകൾക്കും സ്ട്രക്ചറിനുമെല്ലാം വന്ന ചേഞ്ചുകളെയാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ് മീൻസ് ദോസ് ചേഞ്ചസ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. എന്തിനു വേണ്ടിയാണ് ചേഞ്ച് വന്നത്? ടു ക്യാരി ഔട്ട് പോളിസീസ്, പ്രോജക്റ്റ് ആൻഡ് പ്രോഗ്രാംസ്. പുതിയ പുതിയ പോളിസികൾ, പ്രോജക്റ്റ്, പ്രോഗ്രാമുകൾ കൊണ്ടുവന്നു. എന്തിനു വേണ്ടി കൊണ്ടുവന്നു? ടു ഇംപ്രൂവ് ദ സോഷ്യൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ദ പീപ്പിൾ. അപ്പം ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ചാൽ ദോസ് സ്റ്റേജസ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വിച്ച് ആർ നീഡഡ് ടു ക്യാരി ഔട്ട് പോളിസീസ്, പ്രോജക്റ്റ് ആൻഡ് പ്രോഗ്രാംസ് ടു ഇംപ്രൂവ് സോഷ്യൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ്. അതിൻ്റെ ഡെഫിനിഷൻ വെയ്റ്റ്നർ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഇസ് ആൻ ആക്ഷൻ ഓറിയൻറ്റഡ് ആൻഡ് ഗോൾ ഓറിയൻറ്റഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്നാണ്. ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടും പ്രവൃത്തിയാണ് കൂടുതലും, റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുമുള്ള ഒരു അഡ്മിനിസ്ട്രേഷനെയാണ് വെയ്റ്റ്നർ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് വിളിച്ചിരിക്കുന്നത്. പായ് പനന്തിക്കർ ഐഡൻറ്റിഫൈസ് ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ വിത്ത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് പ്ലാൻഡ് ചേഞ്ച്. രൂപരേഖ തയ്യാറാക്കി കൊണ്ടുവരുന്ന മാറ്റത്തെ ആണ് പായ് പനന്തിക്കർ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് വിളിച്ചു വയ്ക്കുന്നത്. He identifies development administration with administration of planned change. അടുത്തത്, what are the features of development administration? First one, change oriented. It is the first and foremost element of development administration. It involves in establishing a new social order in which growth and distributive justice coexist. ഒരു പുതിയ സാമൂഹിക വ്യവസ്ഥ സൃഷ്ടിച്ച് അവിടെ രാജ്യത്തിൻ്റെ വികസനവും വേണം, എന്നാൽ എല്ലാവർക്കും, പാവപ്പെട്ടവർക്കും പണക്കാർക്കും എല്ലാം എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങൾ കിട്ടുകയും ചെയ്യണം. അങ്ങനെ ഒരു പുതിയ സോഷ്യൽ ഓർഡർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷനിലെ ചേഞ്ച് ഓറിയൻറ്റേഷൻ എന്ന പാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ഇറ്റ്സെൽഫ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് എ ന്യൂ സോഷ്യൽ ഓർഡർ ഇൻ വിച്ച് ഗ്രോത്ത് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് കോ എക്സിസ്റ്റ്. അതിന് എക്സാമ്പിളായി പറയുന്നതാണ് എവിടെയൊക്കെയാണ് ചേഞ്ച് വരേണ്ടത്. ചേഞ്ച് ഇൻ ദ ഓർഗനൈസേഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷനിൽ തന്നെ ചേഞ്ച് വേണം. പിന്നെ എന്തിലൊക്കെ വേണം? ചേഞ്ച് ഇൻ ഇന്നവേറ്റീവ് പ്രോഗ്രാംസ്. പുതിയ പുതിയ പ്രോഗ്രാമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ചേഞ്ച് ക്രിയേറ്റ് ചെയ്യണം. പുതിയ പുതിയ പ്രോഗ്രാമുകൾ എന്തിലൊക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്? പ്രൊഡക്ഷൻ കൂട്ടാൻ, ടു റിമൂവ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ടു റിമൂവ് പോവർട്ടി. ചേഞ്ചസ് ഉണ്ടാകണം. ചേഞ്ച് ഓറിയൻറ്റേഷൻ മീൻസ് ചേഞ്ചസ് ഹാവ് ടു ബി മെയ്ഡ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ. Also introduction of new programs to increase production, remove unemployment and poverty. അതാണ് ചേഞ്ച് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഗോൾ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ റിസൾട്ട് ഓറിയൻറ്റഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് എക്സ്പെക്ട്സ് സ്പെസിഫിക് റിസൾട്ട് ആൻഡ് എക്സ്പ്രസ് ഇൻ മോസ്റ്റ് ഏരിയാസ് ക്ലിയർ കട്ട് നോംസ് ഓഫ് പെർഫോമൻസ്. ഒരു റിസൾട്ട് വളരെ ക്ലിയർ കട്ടായി കിട്ടണം. ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷനിൽ ചെയ്യുന്ന പ്രവർത്തിക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ട് ഒരു റിസൾട്ട് കിട്ടിയിരിക്കണം. അതാണ് ഗോൾ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റിസൾട്ട് ഓറിയൻറ്റഡ്. ഇറ്റ് ഈസ് ജഡ്ജ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് റിസൾട്ട് അച്ചീവ്ഡ്. എത്രമാത്രം ഫലം കിട്ടുന്നു? 100 മരം നടന്നു, അടുത്ത വർഷം അത്രയും മരം അവിടെ നിൽപ്പുണ്ടോ, അത് വളർന്നിട്ടുണ്ടോ എന്നും കൂടി നോക്കും ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷനിൽ. ട്രഡീഷണൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നെങ്കിൽ മരം നട്ട് കഴിഞ്ഞാൽ അവിടെ തീർന്നു. അതാണ് ട്രഡീഷണൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷനും ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഇറ്റ് ഈസ് റിസൾട്ട് ഓറിയൻറ്റഡ്. ഇറ്റ് ഈസ് ജഡ്ജ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് റിസൾട്ട് അച്ചീവ്ഡ്. അടുത്തത് ഇന്നൊവേറ്റീവ് അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ചാൽ ഇൻട്രൊഡ്യൂസിങ് ന്യൂ ചേഞ്ചസ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ. ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ഫോക്കസ് ഓൺ റീപ്ലേസിങ് ഓർ ഇംപ്രൂവിങ് ദ എക്സിസ്റ്റിംഗ് ഗവേണിംഗ് സ്ട്രക്ചർ. ഇപ്പോൾ നിൽക്കുന്ന ഗവൺമെൻറ്റിൻ്റെ സ്ട്രക്ചേഴ്സിനെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചേഴ്സിനെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ എയിം തന്നെ. ഇറ്റ് ഫോക്കസ് ഓൺ ഇംപ്രൂവിങ് ദ എക്സിസ്റ്റിംഗ് ഗവൺമെൻറ് സ്ട്രക്ചർ. It is interested in identifying and applying new structure, method, procedure, technique, policies, planning, projects and programs.
പുതിയ പുതിയ മെത്തേഡ് കൊണ്ടുവരണം, പ്രൊസീജിയേഴ്സ് വേണം, പോളിസി പ്രോഗ്രാംസ് ഇതൊക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ എയിം തന്നെ. ഇറ്റ് ആൺ ടു അച്ചീവ് മാക്സിമം റിസൾട്ട് വിത്ത് മിനിമം റിസോഴ്സ് ആൻഡ് ടൈം. പെട്ടെന്ന് റിസൾട്ട് കിട്ടണം, ബട്ട് യൂസിങ് മിനിമം റിസോഴ്സസ് ആൻഡ് ടൈം. മിനിമം മണി ഉപയോഗിച്ച് മിനിമം ടൈമിനുള്ളിൽ മാക്സിമം റിസൾട്ട് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ എയിം എന്ന് പറയുന്നത്. ഇറ്റ് ഇൻറ്റൻസ് ടു അച്ചീവ് മാക്സിമം റിസൾട്ട് വിത്ത് മിനിമം പോസിബിൾ റിസോഴ്സസ് ആൻഡ് ടൈം. പിന്നെ എൻ്റെ ഉദ്ദേശം എന്താണ്? ഇന്നോവേറ്റീവ് അഡ്മിനിസ്ട്രേഷൻ. ഇറ്റ് വാണ്ട്സ് ടു ഇംപ്രൂവ് ദ എക്സിസ്റ്റിംഗ് ഗവേണിംഗ് സ്ട്രക്ചർ. ഇപ്പോൾ നിലനിൽക്കുന്ന ഭരണ സാധ്യതകളെയെല്ലാം കുറേ കൂടി മെച്ചപ്പെടുത്തിയിരിക്കണം, പുതിയ പുതിയ പദ്ധതികൾ കണ്ടെത്തിയിരിക്കണം, മിനിമം റിസോഴ്സസും ടൈമും ഉപയോഗിച്ച് മാക്സിമം റിസൾട്ട് കിട്ടണം. അടുത്തത് സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ. സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ പല ക്യാരക്ടറിലും പഠിച്ചതാണ്, പലയിടത്തും വന്നു. അത് കേട്ടാൽ തന്നെ നമ്മൾ എന്താണ് എഴുതേണ്ടത്? സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ, ഇൻവോൾവ്മെൻറ്റ് ഓഫ് മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ദ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഓഫ് ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ പോളിസിയിലും പ്രോഗ്രാമിലും മാക്സിമം നമ്പർ ഓഫ് പീപ്പിളിനെയും പങ്കെടുപ്പിക്കണം, പങ്കാളികളാക്കിയിരിക്കണം. ദ പബ്ലിക് സെർവൻസ് മസ്റ്റ് ബി ഏബിൾ ടു ക്യാരി വിത്ത് ദം എ ബ്രോഡ് ഔട്ട്ലുക്ക്. ഒരു ഔട്ട്ലുക്കും ജോലി ചെയ്യുന്നവർ, സിവിൽ സെർവൻസ് അല്ലെങ്കിൽ പബ്ലിക് സെർവൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് പബ്ലിക് സെർവൻസ് അല്ലെങ്കിൽ സിവിൽ സെർവൻസ് എന്ന് വിളിക്കാം. ബ്രോഡ് ഡെഫിനിഷനിൽ, നാരോ ഡെഫിനിഷൻ ആയിരുന്നെങ്കിൽ നമ്മൾ ബ്യൂറോക്രാറ്റ്സിനെ മാത്രമേ അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ. ആസ് പെർ ദ ബ്രോഡ് ഡെഫിനിഷൻ, എ പേഴ്സൺ എംപ്ലോയ്ഡ് ഇൻ എ ഗവൺമെൻറ് ഓഫീസ് ഇസ് കൺസിഡേർഡ് ആസ് എ സിവിൽ സെർവൻറ്റ് ഓർ എ പബ്ലിക് സെർവൻറ്റ്. So, a change in outlook of the public servant is also essential in the case of development administration. പബ്ലിക് സെർവൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് ചേഞ്ചും ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷനിൽ അത്യാവശ്യമായൊരു കാര്യമാണ്. അതിനോടൊപ്പം ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്ത് ദേ മസ്റ്റ് ഇൻക്ലൂഡ് മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ഓൾ ദ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. എല്ലാ പദ്ധതികളിലും ധാരാളം ആളുകളെ ഉൾപ്പെടുത്തുകയും ചെയ്യണം. നെക്സ്റ്റ് പോയിൻറ്റ്, കമ്മിറ്റ്മെൻറ്റ് ടു ഡെവലപ്മെൻറ്റ്. ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉള്ള നല്ല ഒരു ശ്രമം ആവശ്യമുണ്ട്. ഇറ്റ് റിക്വയേഴ്സ് എ ഫേം കമ്മിറ്റ്മെൻറ്റ്, എ സെൻസ് ഓഫ് ഇൻവോൾവ്മെൻറ്റ് ആൻഡ് കൺസേൺ ഓൺ ദ പാർട്ട് ഓഫ് ദ സിവിൽ സെർവൻസ്. ഡെവലപ്മെൻറ്റ്, വികസനം എന്ന് ഉദ്ദേശിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് എല്ലാ സിവിൽ സെർവൻസിനും ഉണ്ടാകണം. Development administration requires a firm commitment, a sense of involvement and concern on the part of civil servants. മറ്റൊരു പോയിൻ്റ്, ബിലീവ്സ് ഇൻ ഡീസെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷൻ പറയുമ്പോൾ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷനിലെ ഒരു പ്രിൻസിപ്പിളായി പഠിച്ചതാണ് ഡീസെൻട്രലൈസേഷൻ. അതിൻ്റെ മീനിങ്, പവർ ഷുഡ് ബി ഡിസ്പേഴ്സ്ഡ് അറ്റ് ദ ലോവർ ലെവൽ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ താഴെ തട്ടിലേക്ക് അധികാരത്തെ വിഭജിച്ച് കൊടുക്കുന്ന രീതിയെ ആണ് നമ്മൾ ഡീസെൻട്രലൈസേഷൻ എന്ന് വിളിച്ചിരിക്കുന്നത്. അതും ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു എസെൻഷ്യൽ തിങ് ആണ്. ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ബിലീവ്സ് ഇൻ ഡീസെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷൻ മീൻസ് പവർ ഷുഡ് ബി ഡിസ്പേഴ്സ്ഡ് അറ്റ് ദ ലോവർ ലെവൽ ഇൻ ആൻ ഓർഗനൈസേഷൻ. അടുത്ത പോയിൻ്റ്, ഇൻ്റഗ്രേറ്റഡ് ആൻഡ് ഹോളിസ്റ്റിക് പ്രോസസ്സ്. ഇൻ്റഗ്രേറ്റഡ് ആൻഡ് ഹോളിസ്റ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദ സ്ട്രക്ചർ, ഓർഗനൈസേഷൻ ആൻഡ് ബിഹേവിയർ നെസസറി ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്കീംസ് ആൻഡ് പ്രോഗ്രാംസ് ഓഫ് സോഷ്യോ എക്കണോമിക് ചേഞ്ച് അണ്ടർടേക്കൺ ബൈ ദ ഗവൺമെൻറ്റ്സ് ഓഫ് ഡെവലപ്പിംഗ് നേഷൻസ്. ഈ മേളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒത്തുചേർന്ന് ഒരു മുഴുവൻ കൺട്രിയുടെയും അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ എല്ലാ ആസ്പെക്റ്റിനെയും ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ആൻഡ് ഹോളിസ്റ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ സ്ട്രക്ചർ, ഓർഗനൈസേഷൻ ആൻഡ് ബിഹേവിയർ നെസസറി ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്കീംസ്. ഒരു പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നടപ്പിലാക്കാൻ വേണ്ടി ഒരു ഗവൺമെൻറ്റിൻ്റെ എല്ലാ പാർട്ടും, സ്ട്രക്ചറും ഓർഗനൈസേഷനും ബിഹേവിയറും എല്ലാം ചേഞ്ച് ചെയ്ത് എല്ലാം ഒത്തൊരുമിച്ച് പോയാൽ മാത്രമേ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ വർക്കാവുള്ളൂ. അതാണ് ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ഈസ് ഇൻ്റർ റിലേറ്റഡ്. ഇറ്റ് റെഫേഴ്സ് ടു സ്ട്രക്ചർ, ഓർഗനൈസേഷൻ ആൻഡ് ബിഹേവിയർ നെസസറി ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്കീംസ് ആൻഡ് പ്രോഗ്രാംസ് ഓഫ് സോഷ്യോ എക്കണോമിക് ചേഞ്ച്. സോഷ്യോ എക്കണോമിക് ചേഞ്ച് ഉണ്ടാക്കുന്ന പ്രോഗ്രാംസും പോളിസീസും എല്ലാം കൊണ്ടുവന്നാൽ മാത്രമേ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ
കംപ്ലീറ്റ് ആകത്തുള്ളൂ. മറ്റൊരു പോയിൻ്റ്, സ്ട്രെസ് ഓൺ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാക്കണം. ദ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ബിലീവ്സ് ഇൻ പ്ലാനിങ്. പ്ലാനിങ് മീൻസ് ഇറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു അച്ചീവ് സ്പെസിഫിക് റിസൾട്ട് വിത്തിൻ ദ സ്പെസിഫിക് ടൈം. ഒരു സ്പെസിഫിക് റിസൾട്ട് കൃത്യമായ സമയത്ത് തന്നെ കിട്ടിയിരിക്കണം. നമ്മൾ റിസൾട്ട് ഓറിയൻറ്റഡിൽ പറഞ്ഞ അതേ പോയിൻ്റാണ് ഇവിടെയും പറയുന്നത്. ഒരു വർഷത്തിനുള്ളിൽ തന്നെ റിസൾട്ട് കിട്ടണം എന്ന രീതിയിലാണ് പലപ്പോഴും ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ പല പ്രോഗ്രാമും. ചിലപ്പോൾ 3-4 വർഷമുണ്ടെങ്കിൽ അതെല്ലാം തന്നെ വളരെ കൃത്യമായി ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. മിനിമം റിസോഴ്സസ് ഉപയോഗിച്ച്, മിനിമം ടൈം ഉപയോഗിച്ച് മാക്സിമം ഡെവലപ്മെൻറ്റ്. ഇറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു അച്ചീവ് സ്പെസിഫിക് റിസൾട്ട് വിത്തിൻ ദ സ്പെസിഫൈഡ് ടൈം. ഓക്കെ.